കൊരിന്തിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം. യേശുവിന്റെ ആദ്യകാല അനുയായികർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണ കൊരിന്തിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം നൽകുന്നു. അനവധി പ്രശ്നങ്ങളിന്മേൽ പൗലോസിന്റെ പഠിപ്പിക്കൽ വെളിവാക്കുന്നതുകൂടിയാണ് ഈ ലേഖനം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും സ്നേഹമാണ് ഏറ്റവും വലിയ വരം എന്ന പൗലോസിന്റെ ഉപദേശവും പ്രതിപാദിക്കുന്നതിനാൽ ഈ ലേഖനത്തിന്റെ അധ്യായങ്ങൾ പ്രസിദ്ധമാണ്. ദൈവം എങ്ങനെ മരണത്തെ തോൽപ്പിച്ചു എന്നും പുതുജീവനും ആധ്യാത്മിക ശരീരവും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വാഗ്ദത്തം ചെയ്തു എന്നുമുള്ള പൗലോസിന്റെ പ്രോത്സാഹന വാക്കുകൾ 15-ാം അധ്യായത്തിൽ ഉൾപ്പെടുന്നു. പൗലോസ് കൊരിന്ത് സന്ദർശിക്കുകയും യേശുക്രിസ്തുവിന്റെ സുവിശേഷം പഠിപ്പിച്ച് സമയം ചെലവിടുകയും ചെയ്തു. ഈ സമയത്ത് കൊരിന്തിൽ ജീവിച്ച ക്രിസ്തുവിന്റെ അനുയായികളോട് പൗലോസ് വളരെ അടുത്തിടപെട്ടു. അവർ പൗലോസിന്റെ സുഹൃത്തുക്കളാകയാലും അവരുടെ ഇടയിൽ തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടായതിനാലും ഈ ലേഖനം അവർക്കുവേണ്ടി എഴുതി. കൊരിന്തിലെ ക്രിസ്ത്യാനികൾ പരസ്പരം ഭിന്നിച്ച് വ്യത്യസ്ത വിഭാഗങ്ങളായതിലും അവരുടെ പ്രത്യേകമായ പെരുമാറ്റ രീതികളും കാരണം പൗലോസ് ഉത്കണ്ഠപ്പെട്ടു. വിവാഹത്തെ സംബന്ധിച്ച അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കുന്നതിനെപ്പറ്റിയും പൗലോസ് അവർക്കെഴുതി. അവർ ഈ ചോദ്യങ്ങളെല്ലാം ഒരെഴുത്തായി മുൻകൂട്ടി പൗലോസിന് അയച്ചിരുന്നു. കൊരിന്തിൽ തിരികെ ചെന്ന് താമസിക്കണമെന്ന് ആഗ്രഹമുള്ളതായി കൊരിന്തിലെ ക്രിസ്ത്യാനികൾ അറിയണമെന്ന് പൗലോസിന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ ലേഖനം കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം എന്ന് അറിയപ്പെടുന്നുവെങ്കിലും കൊരിന്തിലെ സഭയ്ക്ക് പൗലോസ് ആദ്യമായി അല്ല എഴുതുന്നത്. ഇതിൽ പ്രസ്താവിക്കുന്നതുപോലെ ഇതിനു മുമ്പ് പൗലോസ് ഒരു എഴുത്തെഴുതിയിട്ടുണ്ട്. കിഴക്കും പടിഞ്ഞാറും തുറമുഖങ്ങളുള്ള കൊരിന്തു പട്ടണം വളരെ ഇടുങ്ങിയ ഭൂപ്രദേശത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. പല സംസ്കാരങ്ങളുള്ള ജനങ്ങളുടെ സ്വാധീനങ്ങളാൽ ഏറ്റവും ലൗകികമായ നഗരമായിരുന്നു കൊരിന്ത്. അഫ്രൊഡൈറ്റ് എന്ന സ്നേഹദേവതയോടുള്ള ഭക്തിയുടെ വലിയ പാരമ്പര്യമുള്ളവരായിരുന്നു കൊരിന്തിലെ ജനങ്ങൾ. പട്ടണത്തിലെ വിവിധ സ്വാധീനങ്ങളാൽ കൊരിന്തിലെ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിച്ച പോരാട്ടങ്ങളോടുള്ള പ്രതികരണമാണ് പൗലോസിന്റെ ഈ ലേഖനം. കൊരിന്തിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം മിക്കവാറും ഒരൊറ്റ ലേഖനമായിരിക്കാമെങ്കിലും കൊരിന്തിലെ അനുയായികൾക്കു വേണ്ടി പല എഴുത്തുകൾ അതിൽ ഉൾപ്പെടുത്തി കാണും. അക്കാലത്തെ രീതി അനുസരിച്ച് എഴുത്താരംഭിക്കുന്നതും അവസാനിക്കുന്നതും അഭിവാദനങ്ങളോടെയാണ്. കൊരിന്തിലെ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിച്ച ചോദ്യങ്ങളെയും പ്രശ്നങ്ങളെയും സംബന്ധിച്ചാണ് എഴുത്തിലെ ഭൂരിഭാഗവും. ലേഖനത്തിന്റെ അവസാന ഭാഗത്തോടടുത്ത് പൗലോസിന്റെ ഭാവി പദ്ധതിയുടെ ആസൂത്രണത്തെപ്പറ്റി വ്യക്തിപരമായ ചില വിവരങ്ങൾ നൽകുന്നു. ഈ ലേഖനത്തിന്റെ രൂപരേഖ താഴെ പറയും വിധം സംഗ്രഹിക്കാം. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ അഭിവാദനവും ക്രിസ്തുവിലുള്ള ആശീർവാദവും, 1-10 മുതൽ 2-16 വരെ ക്രിസ്തുവിന്റെ ക്രൂശിനാൽ സംയോജിതരാവുക, 3-1 മുതൽ 4-21 വരെ ദൈവത്തിന്റെ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെ വിശ്വസിക്കുക, 5-1 മുതൽ 7-40 വരെ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഉപദേശം, 8-1 മുതൽ 11-1 വരെ ബിംബങ്ങളെയല്ല ദൈവത്തെ ബഹുമാനിക്കുക, 11-2 മുതൽ 14-40 വരെ ആരാധനയ്ക്കുള്ള നിർദ്ദേശവും ആത്മീക വരങ്ങളുടെ ഉപയോഗവും, 15-1 മുതൽ 58 വരെ മരണത്തിന്മേൽ ക്രിസ്തുവിന്റെ ജയത്തിന്റെ പൊരുൾ, 16-1 മുതൽ 24 വരെ ഭാവി പദ്ധതികളും ആശംസകളും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം. അധ്യായം 1. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്കു തന്നെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നതുപോലെ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ
സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിത്തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്നു ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നതുപോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല. പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എന്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്നാരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായുസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാകിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്റ്റെഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു. അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ്കകൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ കിടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനു തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നതുപോലെ ആകേണ്ടതിനു തന്നെ.